വിഷു മലയാളികളെ സംബന്ധിച്ച് ഓണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന കുടുംബം ഒന്നാകെ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വിഷുക്കണി ദർശനമൊക്കെ പൂർത്തിയാക്കി എല്ലാവരും ക്ഷേത്രങ്ങളിലൊക്കെ പോയി മടങ്ങിയെത്തി വിഷു കൈനീട്ടമൊക്കെ വാങ്ങി വിഷു ആഘോഷത്തിൻ്റെ നിറവിലാണ് മലയാളികളൊക്കെ. അതുകൊണ്ട് തന്നെ വിഷു വിശേഷങ്ങളുമായി നമ്മുടെ പ്രതികൾ പല ക്ഷേത്രങ്ങളിൽ നിന്നും പല വിശേഷപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ പ്രതികൾ തയ്യാറാണ്. ആദ്യം നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തലസ്ഥാനത്തേക്ക് പോയാൽ ക്ഷേത്രത്തിൽ വിഷു ദർശനത്തിന് ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3 മണി മുതലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം ആരംഭിച്ചത്. ചന്തു ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും. ചന്തു, വിഷു ആശംസകൾ. മലയാളികൾ നേരത്തെ പറഞ്ഞ പോലെ ഓണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ ആഘോഷിക്കുന്ന ആഘോഷമാണ് വിഷു. അത് കേരളത്തിൽ വിഷു ശ്രീകൃഷ്ണവുമായി ബന്ധപ്പെട്ട കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങ് ഭാരതം മുഴുവൻ പല പേരിൽ പല രീതിയിൽ വിഷു ആഘോഷിക്കുകയാണ്. ചന്തു, എന്തൊക്കെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിഷുവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത്? ഉമേഷ്, രാവിലെ 3 മണി മുതൽ തന്നെ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഷു ദർശനത്തിനുള്ള തിരക്ക് ആരംഭിച്ചിരുന്നു. വിഷു ദർശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പൂജകൾ വഴിപാടുകളൊക്കെ ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിഷുവിന് വിഷുക്കണി പ്രത്യേകമായി തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പുലർച്ചെ 3 മണിക്ക് ദർശനത്തിനെത്തുന്നവർക്ക് ഭഗവാനെ ദർശിച്ചതിന് ശേഷം വിഷുക്കണി ഒരുക്കിയിരിക്കുന്ന ആ വിഷുക്കണി കൂടി ദർശിച്ച് കൈനീട്ടം വാങ്ങി ഇവിടെ നിന്നും സായുജ്യം നേടി മടങ്ങാം. അതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഭക്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഭക്തജന തിരക്ക് രാവിലെ മുതൽ പുലർച്ചെ 3 മണി മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പ്രധാനമായും പൈങ്കുനി ഉത്സവം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പൈങ്കുനി ഉത്സവത്തിന്റെ വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിന് അകത്തുനിന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തു നിന്നും നിരവധി ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്. അത് വിഷുവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, വേനൽ അവധിയൊക്കെയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും വിനോദ സഞ്ചാരത്തിന് എത്തുന്നവർ ഒക്കെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തി പത്മനാഭനെ ദർശിച്ച് സായുജ്യം നേടി മടങ്ങുകയാണ്. എന്തായാലും വിഷുവുമായി ബന്ധപ്പെട്ട് വലിയ തിരക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ട്. പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച ദർശനം 8:30 വരെ തുടരും. രാജകുടുംബാംഗങ്ങൾ ഇവിടെ ദർശനം നടത്തും അല്പസമയത്തിനകം. അതിനുശേഷം വൈകിട്ടായിരിക്കും പിന്നീട് ഉച്ചയോടുകൂടി നടയടക്കുകയും വൈകിട്ടായിരിക്കും പിന്നീട് ദർശനം ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും വിഷു ദർശനം രാവിലെ പുലർച്ചെ 3 മണി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമല്ല, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സമീപത്ത് നിരവധി പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട്. പഴവങ്ങാടി ക്ഷേത്രത്തിൽ, ഗണപതി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ വിഷു ദർശനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെയും ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും വിഷുവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം നിലനിൽക്കുന്നതിനാൽ പ്രധാനമായും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലാണ് വലിയ തിരക്ക് പുലർച്ചെ മുതൽ അനുഭവപ്പെടുന്നത്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ വലിയ ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി കൈനീട്ടം വാങ്ങി ഭഗവാനെ ദർശിച്ച് ഇവിടെ നിന്നും മനസ്സ് നിർവൃതിയോടുകൂടി മടങ്ങുന്ന കാഴ്ച തന്നെയാണ്. ഒരു വർഷത്തേക്കുള്ള ഒരു നിർവൃതി അത് ഇന്നത്തെ ഈ ഒരു വിഷു ദിവസം പുലർച്ചെ എത്തി ഭഗവാനെ ദർശിച്ച് കൈനീട്ടം വാങ്ങി വിഷു കണിയൊക്കെ കണ്ട് മടങ്ങുമ്പോൾ അവർക്ക് ലഭിക്കുമെന്നതാണ് വിശ്വാസം. പ്രധാനമായും തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കാർഷിക അഭിവൃദ്ധിയൊക്കെ നിറഞ്ഞു നിന്ന ഒരു മേഖലയായിരുന്നു തിരുവിതാംകൂർ. അപ്പോൾ കാർഷികവുമായി ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഒരു ആഘോഷമാണ് വിഷു എന്ന നിലയ്ക്ക് തിരുവിതാംകൂറിൽ വലിയ ആഘോഷമുണ്ട്. നമുക്ക് തിരുവിതാംകൂറിന് അപ്പുറത്തേക്ക് ഇപ്പോൾ മറ്റ് ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ അവർ വിഷുവിന് പടക്കമൊക്കെ പൊട്ടിച്ച് വലിയ തരത്തിൽ ആഘോഷിക്കുന്നു. പക്ഷേ വിഷു തിരുവിതാംകൂറുകാരെ സംബന്ധിച്ചിടത്തോളം പടക്കം പൊട്ടിക്കുക എന്നത് ഒരു അതിനപ്പുറത്തേക്ക് പ്രധാനമായും പടക്കം പൊട്ടിക്കുക ദീപാവലിക്കാണ്. തിരുവനന്തപുരത്തുകാർ ഈ തെക്കൻ ജില്ലകളിലൊക്കെയുള്ളവർ ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ പടക്കം പൊട്ടിക്കുക എന്ന ആ ഒരു ഇതിലേക്കൊക്കെ പോകുക. പക്ഷെ വിഷു ഇവരെ സംബന്ധിച്ചിടത്തോളം ഓണം എങ്ങനെയാണോ ആ തരത്തിലുള്ള ആഘോഷമാണ് തിരുവിതാംകൂറുകാർക്ക്. പ്രധാനമായും രാവിലെ ഈ വിഷുക്കണിയൊക്കെ ദർശിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് വിഷു സദ്യയൊക്കെ ഒരുക്കി കുടുംബസമേതം അമ്പലത്തിൽ ദർശനമൊക്കെ നടത്തി ഒരു സായുജ്യം നേടുക. അത് ഒരു വർഷത്തേക്ക് ആ ഒരു മനസ്സായുജ്യം നിലനിൽക്കും എന്ന ഒരു വിശ്വാസം പ്രധാനമായും തിരുവിതാംകൂറുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമ്പലങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വരും മണിക്കൂറുകളിലും ആ തിരക്ക് തുടരും. ഉമേഷ്. ചന്തു, രാവിലെ മോർണിംഗ് ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ട് കണി കാണാനൊക്കെ പറ്റിയോ അതോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയാണോ കണി കണ്ടത്? മാത്രമല്ല നമ്മുടെ ക്യാമറമാനോട് പറ്റുമെങ്കിൽ അവിടുത്തെ തിരക്ക് ഒന്ന് ആളുകൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യമുണ്ട്. പലരും പറയുന്നുണ്ട് അങ്ങനെ ആളുകളെ കാണുന്നില്ല, വരുന്ന ആളുകളെ ആരെയും കാണുന്നില്ല. പറ്റുമെങ്കിൽ അതൊന്ന് പറയുക. മറ്റൊന്ന്
വിഷുക്കണി ദർശനം എപ്പോൾ വരെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത്? ഇന്ന് വരുന്ന മുഴുവൻ ആളുകൾ കാണാമോ അതോ രാവിലെ മാത്രമേ ഉള്ളൂ? മറ്റു ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി മറ്റെന്തൊക്കെ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്? ഉമേഷ്, പ്രധാനമായും വിഷു ദർശനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽ ആണ് ആരംഭിക്കുന്നത്. അത് രാവിലെ 8:30യോടുകൂടി വിഷു കണി ഇവിടെ ഒരുക്കിയിട്ടുള്ള കണി ദർശനം അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്തജനങ്ങളുടെ തിരക്ക് പരിഗണിച്ചത് കൂടുതൽ സമയത്തേക്ക് നീണ്ടുപോകുമെങ്കിലേ അതിനുള്ള ഒരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. പ്രത്യേകിച്ച് ഈ രാജകുടുംബാംഗങ്ങളുടെ ഒരു ദർശനമുണ്ട്. ആ സമയത്ത് ഒരു നിമിഷം ശബരിമലയിൽ ഇപ്പോൾ വിഷുക്കണി ദർശനം കഴിഞ്ഞ് തന്ത്രി മഹേഷ് മോഹനര് ഭക്തർക്ക് കൈനീട്ടം നൽകുന്ന ദൃശ്യങ്ങൾ കൂടി ശബരിമലയിൽ നിന്ന് വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ടതിന് ശേഷം അതിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താം. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി കൂടി ചേരുന്നുണ്ട്. മിഥുൻ, പ്രത്യേകിച്ച് വിഷുവിനേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശബരിമല. വർഷങ്ങളായി ശബരിമലയിൽ വിഷുക്കണി ദർശനത്തിനും ശബരിമലയിൽ നിന്ന് കൈനീട്ടം വാങ്ങാനും ഒക്കെ കേരളത്തിൽ മാത്രമല്ല പുറത്തു നിന്നൊക്കെ ഭക്തരങ്ങനെ ധാരാളമായി എത്തുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ഹരിവാസനത്തിന് ശേഷം വളരെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഥുൻ, എന്തൊക്കെയാണ് സന്നിധാനത്തെ വിഷു വിശേഷങ്ങൾ? ഉമേഷ്, പുലർച്ചെ 4 മണിക്കാണ് ഇന്ന് വിഷുദിനത്തിൽ ശബരിമല നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പൂജകൾക്കായി നട തുറന്നപ്പോൾ മുതൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിഷുദിനത്തിൽ അത് ഇരട്ടിയായി വൻ ഭക്തജന തിരക്കാണ് ഇന്ന് വിഷുദിനത്തിൽ സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. 4 മണി മുതൽ 7 മണി വരെയായിരുന്നു വിഷുക്കണി ദർശനം ഉണ്ടായിരുന്നത്. 7 മണിക്ക് ശേഷം പതിവ് പൂജകളും മറ്റുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 8 മണി മുതൽ 11 മണി വരെയാണ് നെയ്യഭിഷേകം ഉള്ളത്. വൻ തിരക്ക് തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് മറ്റ് ഭക്തർക്ക് സോപാനത്ത് ഈ വിഷുക്കണി ദർശനം നടക്കുന്ന സമയത്ത് കൈനീട്ടം നൽകി. ഈ ദിനത്തിൽ വിഷുദിനത്തിൽ ഐശ്വര്യദായകമായിട്ടുള്ള ഒരു വർഷത്തിനായിട്ട് ശബരിമല തന്നെ അയ്യപ്പസ്വാമിയെ കണ്ട് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തുനിന്ന ഭക്തരുടെ ഒരു വലിയ ഭക്തജന പ്രവാഹം തന്നെയാണ് പുലർച്ചെ മുതൽ സന്നിധാനത്തും പരിസരത്തും എല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള സമയങ്ങളിലും തിരക്ക് ഉണ്ടാകും. വിഷുക്കണി ദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പതിവ് അഭിഷേകവും മറ്റ് ചടങ്ങുകളും ഒക്കെയാണ് നടക്കുന്നത്. 8 മണി മുതൽ 11 മണി വരെയാണ് ഇന്ന് നെയ്യഭിഷേകം ഉള്ളത്. ഉച്ചയ്ക്ക് 1 മണി വരെ നട തുറന്നിരിക്കും. വൈകിട്ട് 5 മണിക്കാണ് ഇനി നട തുറക്കുക. രാത്രി 10 മണിക്കാണ് ഇന്ന് ഹരിവരാസനം പാടി നട അടയ്ക്കുക. അതിലും തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. മിഥുനാണ് സന്നിധാനത്ത് വിവരങ്ങൾ നൽകിയത്. നമുക്ക് വീണ്ടും തലസ്ഥാനത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ചന്തുവിലേക്ക് വന്നാൽ, ചന്തു, നേരത്തെ പറഞ്ഞതുപോലെ 8:30യോടുകൂടി വിഷുക്കണി ദർശനം പൂർത്തിയാക്കും. ഇപ്പോൾ എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ കൂടി നടക്കുന്നുണ്ട്. അതിന് തിരക്കുണ്ട്. ഒപ്പം വിഷുക്കണി ദർശനത്തിനുള്ള തിരക്കുണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഒക്കെയാണ് ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ചന്തു? തീർച്ചയായിട്ടും ഉമേഷ്, അങ്ങനെ തന്നെയാണ്. കാരണം വിഷുവും ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ഐതിഹ്യങ്ങളിലൊക്കെ വലിയ ബന്ധമുണ്ട്. പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനുമായി വിഷു ദിവസം, ഈ ദിവസത്തിന് വലിയ ബന്ധമുണ്ട്, വലിയ പ്രത്യേകതകളുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനമായും ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. പ്രധാനമായും നമ്മൾ വീടുകളിൽ കണിയൊരുക്കുമ്പോഴും ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം വച്ച് ഓട്ടുരുളിയിൽ ഈ കണിവെള്ളരിയും വിഷുപ്പൂവും കണിക്കുന്ന പൂവും ഒക്കെ വച്ച് അത് കണി കാണുക, അതുവഴി ഒരു സായുജ്യം കിട്ടുക എന്നത് തന്നെയാണ് പ്രധാനമായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അതിനുശേഷം വീട്ടിൽ കണിയൊരുക്കി, നിലവിളക്ക് തെളിച്ച് വീട്ടിൽ കണിയൊരുക്കി കണി ദർശനം നടത്തിയതിനു ശേഷം ക്ഷേത്രങ്ങളിലെത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്ഷേത്രത്തിൽ കണി കണ്ടതിനു ശേഷം ഭഗവാനെ ദർശിച്ച് അവിടെ നിന്നും കൈനീട്ടം വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മലയാളികൾക്ക് ലഭിക്കുന്ന ഒരു സായുജ്യം, ഒരു മനസ്സിന് ലഭിക്കുന്ന ഒരു സുഖം, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം അവർ അടുത്ത ഒരു വർഷത്തേക്ക് ഈ ദിവസം ലഭിക്കുന്ന നന്മകൾ കണക്കുകൂട്ടി വെച്ച് ഒരു വർഷത്തേക്കുള്ള പ്രവചനം കൂടിയാണ്. ഒരു വർഷം നല്ലതായിരിക്കണം, നല്ല ഐശ്വര്യം ജീവിതത്തിൽ ലഭിക്കണം എന്ന ഒരു വിശ്വാസം പ്രധാനമായും മലയാളികൾ പുലർത്തിപ്പോകുന്നുണ്ട്. അത് തന്നെയാണ് പ്രധാനമായും ഇന്ന് ഈ വിഷു ദിവസം ക്ഷേത്രങ്ങളിൽ ഇത്ര വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും കരിക്കകം ക്ഷേത്രത്തിലും ഒക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്.
നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽ ആരംഭിച്ച കണി ദർശനം 8:30 വരെ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മറ്റ് പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ടും വിഷുവുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ തിരക്കുണ്ട്. മാത്രമല്ല വേനൽ അവധി ഒക്കെയുണ്ട്. അപ്പോൾ കുടുംബസമേതം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മടങ്ങുന്ന നിരവധി ആൾക്കാരുണ്ട്. എന്തായാലും വിഷു തിരുവിതാംകൂറിൽ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. തിരുവിതാംകൂറിൽ തന്നെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അത്തരത്തിൽ വലിയ തിരക്ക് തന്നെയാണ് ഉമേഷ് പുലർച്ചെ മുതൽ അനുഭവപ്പെടുന്നത്. ചന്തു, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ചന്തു ഇന്ന് മോർണിംഗ് ഡ്യൂട്ടിയിലായിരുന്നു. അതുകൊണ്ട് രാവിലെ കണിയൊക്കെ കാണാൻ പറ്റിയോ, അതോ അമ്പലത്തിൽ എത്തിയ ശേഷം കണി കാണാൻ ഉള്ളിൽ കയറിയിരുന്നോ? കൈനീട്ടമൊക്കെ ലഭിച്ചോ ചന്തു? കൈനീട്ടം ലഭിച്ചിട്ടില്ല, അമ്പലത്തിൽ കയറാൻ സാധിച്ചിട്ടില്ല. പുറമേ നിന്ന് ഈ കണി ദർശിച്ചു വരികയും ഭഗവാനെ ദർശിച്ച് വരികയും ഒക്കെ ചെയ്യുന്നവരുടെ ആ മനസ്സിലെ ഒരു വിശ്വാസം ആ ഒരു മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള കണി എന്ന് കരുതുന്നു. കൈനീട്ടം മറ്റ് ലഭിച്ചിട്ടില്ല. രാവിലെ മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഈ വാട്സപ്പിൽ പ്രധാനമായും ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിന്റെ കാലഘട്ടമായതുകൊണ്ട് വിഷു ആശംസകൾ പലരും അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കണി കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പ്രേക്ഷകർക്ക് ഇതൊക്കെ പങ്കുവച്ചതിന് ശേഷം ക്ഷേത്രത്തിലൊന്ന് കയറണമെന്നുണ്ട്. പക്ഷെ തിരക്ക് അത് അനുവദിക്കുമോ എന്നറിയില്ല. എന്തായാലും വിഷു കഴിഞ്ഞ വർഷം കൊച്ചിയിലായിരുന്നു. കൊച്ചിയിലും വിഷു ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഇത്തവണ തിരുവനന്തപുരത്തുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഇന്ന് വിഷുദിനം ഒരു ലൈവ് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യമായി കാണുന്നുണ്ട്. എന്തായാലും വിഷു ആഘോഷം ജനൻ ടിവിയോടൊപ്പമാണ് എന്നത് സന്തോഷമുണ്ട്. ഈ ആഘോഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക തന്നെയാണല്ലോ നമ്മുടെയൊക്കെ വിഷുക്കണിയും കൈനീട്ടമൊക്കെ. എന്തായാലും ബ്യൂറോയിൽ എത്തിയാൽ അവിടെ റീജിയണൽ ചീഫ് രാജീവേട്ടുണ്ടാകും. വിഷു കൈനീട്ടം ചോദിച്ചു തന്നെ വാങ്ങിക്കോളൂ, അദ്ദേഹം കൈനീട്ടം തരുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് ചന്തു. എന്തായാലും ചന്തുവാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് വിശദമായ വിവരങ്ങൾ വിഷു വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്.